വിഷ്ണുവേട്ടാ, ഐ ലവ് യു. ഐ ലവ് യു സമ്മതിച്ചാ? അപ്പൊ നമുക്കിനി ഒരു പാട്ട് പാടിയല്ലോ. എനിക്കൊന്നും വേണ്ട. ആശാൻ കുറച്ചു നേരമായിട്ട് ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ചോണ്ട് നിൽക്കുമായിരുന്നു. സ്വിറ്റ്സർലൻഡിലെ സോങ് കഴിഞ്ഞെങ്കിലേ അകത്ത് കയറി ഏട്ടത്തെ നോക്കായിരുന്നു. ഗിഫ്റ്റ് കൊടുക്കണ്ടേ നമുക്ക്? അത് ശരിയാ. നീ വാ. എന്താ വേണ്ടത്? ശാലിനിയെ 2 ചായ. അതെ, ശാരദാമില്ലേ ഇവിടെ? ഉണ്ടല്ലോ. ഊണ് റെഡിയാക്കുക. ഊണ് റെഡിയായോ? എന്നാ പിന്നെ ചായ വേണ്ട, ഊണ് കഴിക്കാം. അല്പനേരം വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. അല്പനേരമല്ല, ഊണ് വിളമ്പാൻ കുറെ സമയം എടുക്കും. ശാരദാമ്മ അവിടെ അരി വാർക്കുന്നതേ ഉള്ളൂ. സമയെടുത്തോട്ടെ. അരി വാർത്ത് കറിയായി പതുക്കെ മതി. അതുവരെ 2 ചായ കുടിക്കാം. ചേച്ചി പോയിട്ട് 2 ചായ കൊണ്ടുപോവാ. ശരി. ആശാനെ, ഏട്ടത്തെ അമ്മ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അത് മനസ്സിലായിട്ടല്ലടാ ഞാൻ ഈ നമ്പർ ഇട്ടത്. അല്പം വെയിറ്റ് ചെയ്താൽ മതി, ശാലിനെത്തിക്കൊള്ളും. നന്നായിട്ടൊരു പ്രേമം കൊണ്ടാവണമെങ്കിലേ അല്പം ക്ഷമയൊക്കെ വേണം, മനസ്സിലായോ? ചേടാ, ഇതിപ്പോ എന്നോട് പറയുന്നത് എന്തിനാ? സ്വയം പറഞ്ഞാ പോരെ? സ്വയം പറഞ്ഞതാ, ഒന്ന് ക്ഷമിച്ചാണേടാ. ഇത് അവർക്ക് കൊടുക്കും. അതെ, ഇവിടെ മറ്റുള്ളവരൊന്നും കണ്ടില്ലല്ലോ. മറ്റുള്ള ആരെയാ? അത് അനിയത്തിമാരെ. ഒരാള് കോളേജിൽ പോയി, ശ്യാമ. ശാലിനി കോയമ്പത്തൂര് പോയേക്കുവാ. IAS കോച്ചിങ്ങിന്റെ വർക്ക്ഷോപ്പ് ഉണ്ട്. അരി വാർത്തോണ്ടിരുന്നപ്പോ ശാരദാമ്മയുടെ കൈ വഴുതി. തിളച്ച കഞ്ഞി ഇവിടെ കാല് പൊള്ളിയെന്നാ തോന്നുന്നത്. അയ്യോ, ഒന്ന് വേഗം നോക്കാം. എന്തു പറ്റിയമ്മേ? അയ്യോ ശാരദാമ്മേ, കാല് പൊള്ളിയല്ലോ. തൊടലിടി. അതെ, നീ കുറച്ച് പച്ചവെള്ളം ഇങ്ങെടുത്തേ, അത് ഒഴിച്ചാ മതി, എല്ലാം ശരിയാവും. അതൊക്കെ പഴയ ഏർപ്പാടാണ്. ശാരദാമ്മ വന്ന് നമുക്ക് ആശുപത്രി പോവാം. ആശുപത്രിയിലോ? അതെ, ഇത് ഇപ്പൊ തന്നെ പോയി ഒന്ന് കാണിക്കുന്നത് നല്ലതാണ്. അവര് വല്ല ബീറ്റാഡിനോ ബെർണോളോ വല്ലതും പറഞ്ഞിട്ട് ശരിയായി ചികിത്സിക്കും.
ഏയ് വാ, എന്റെ വണ്ടിയുണ്ട്. ആ അത് ശരിയാ. എന്നാ ശാരദാമ്മ ആശുപത്രിയിലോട്ടിയല്ലേ? പക്ഷെ ഒരു പക്ഷേ ഇല്ല. അമ്മ എനിക്ക് മോളെ വേണ്ട. ആശുപത്രി പോവാം. വാടാ. പതുക്കെ. എടാ നീ പോയി വണ്ടി ഇട്. എടാ നീ വണ്ടി കയറി. എല്ലാരും കൂടെ വരണ്ട, കടയിൽ ആളില്ലല്ലോ. ഇതാണ് സത്യാമ്മയുടെ വീട്. ഇതൊരുമാതിരി തമ്പ്രാക്കന്മാരുടെ വീട് പോലുണ്ടല്ലോടാ. വീട് മാത്രമല്ല, ആ സ്ത്രീ സ്വയം വിചാരിക്കുന്നതേ താനൊരു തമ്പുരാട്ടിയാണെന്ന്. വെട്ടൊന്ന് തുണ്ട് രണ്ടെന്ന സ്വഭാവം. ആ തുണ്ടൊക്കെ തുന്നിക്കെട്ടി ഞാൻ ഇന്നൊന്നാക്കുവടാ. ചിലതൊക്കെ മനസ്സിൽ കൽപ്പിച്ചിട്ടാ ഞാൻ ഈ വീടന്വേഷിച്ച് ഇവിടെ വന്നിരിക്കുന്നു. നീ അകത്തിരുന്നാ മതി, ഇത് ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം. ചേച്ചി, ചേച്ചിക്ക് ഇത് ഉറപ്പാണല്ലോ അല്ലേ? ഒരു സംശയവുമില്ല. ദൈവമായിട്ട് നമ്മുടെ കയ്യിലൊരു ആയുധം തന്നിട്ട് നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ മണ്ടത്തരല്ലേടാ. നീ കേട്ടിട്ടില്ലേ ശത്രുവിന്റെ ശത്രു മിത്രമാണെന്ന്? നമുക്കൊരു മിത്രം വേണം. ആ മിത്രത്തെ നമ്മൾ നമ്മുടെ ശത്രുവിന് നേരെയുള്ള ആയുധവുമാക്കണം. അതിനാദ്യം വേണ്ടത് ഈ മിത്രത്തിന്റെ വീട്ടിലൊരു കുളം കലക്കല. എന്നിട്ട് വേണം ആ കലക്കവെള്ളത്തിൽ നിന്ന് നമുക്ക് മീൻ പിടിക്കാൻ. നീ അകത്ത് സേഫായിട്ടിരുന്നു. ഇവിടുത്തെ അംഗം 2 പെണ്ണുങ്ങൾ തമ്മിലാ. നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടൂല. ഭഗവാനെ, എന്താവോ എന്തോ. കഴിഞ്ഞ തവണ അളിയൻ ഇവിടെ വന്നപ്പം ആടി കൊണ്ടില്ലെന്നേ ഉള്ളൂ. ഇതിപ്പോ 2 പെണ്ണുങ്ങളുടെ ഏറ്റുമുട്ടല. ഈ ഭൂഗോളം തന്നെ തവിടുപൊടിയാകാൻ ധാരാളം മതി. ഏതായാലും നമുക്ക് നമ്മുടെ തടി രക്ഷിച്ചു കളയാം. ഞാൻ ഈ നാട്ടുകാരനല്ലേ. ഓ, ആരാ? സത്യഭാമയില്ലേ ഇവിടെ? ഉണ്ടല്ലോ. അതെ, സത്യഭാമെന്ന് ആരും വിളിക്കാറില്ല. സത്യാമ്മ അങ്ങനെ വേണം പറയാൻ. ആണോ? എന്നാലേ ഒടേ തമ്പുരാൻ മാനത്തൂന്ന് എഴുതി തന്ന ഉടമ്പടിയൊന്നും അല്ലല്ലോ അങ്ങനെ വിളിക്കണോന്ന്. താനാദ്യം അവരെ വിളിക്കേ. സത്യഭാമേ. വിഷ്ണു എങ്ങനെ വരുന്നു?
ആര്? നിങ്ങൾ ഇവിടുന്ന് വിരട്ടി ഇറക്കി വിട്ട ഒരാളുടെ ഭാര്യയാ. പേര് രാജേശ്വരി. രാജേശ്വരി ഗോപാലകൃഷ്ണൻ. ഏത് ഗോപാലകൃഷ്ണനായാലും എണീറ്റ് പുറത്തുപോയി നിൽക്കണം. ഇതേ സത്യഭാമയുടെ വീടാ. നിനക്ക് സ്ഥലം മാറിപ്പോയെന്ന് തോന്നുന്നു. ഒരു സ്ഥലവും മാറിയിട്ടില്ല. സാധാരണ ഒരു ജോലിക്ക് കാശ് കൊടുത്ത ആളെ വിലയ്ക്ക് വാങ്ങുന്ന ആളാ മുതലാളി. ആ ജോലി പൂർത്തിയാക്കുന്നത് വരെ രണ്ടാമത്തെ ആള് കൂലിക്കാരനാ. മുതലാളിയുടെ മുൻപിൽ താണു വണങ്ങി നിൽക്കണം. മുതലാളിയോ? അതാരാണെന്ന് മനസ്സിലായില്ല. പറയാം. കുറച്ച് ഗുണ്ടാ പെണ്ണുങ്ങൾ കയ്യേറിയ വീട് സ്ഥലവും ഒഴിപ്പിക്കാൻ പണം നൽകിയ ഗോപാലകൃഷ്ണനെ ഓർമ്മയുണ്ടാവൂല്ലോ നിങ്ങൾക്ക്. ആ ഗോപാലകൃഷ്ണന്റെ ഭാര്യയെ ഞാൻ, രാജേശ്വരി. അത് ശരി. അപ്പോഴതാണ് കാര്യം. ഒഴിപ്പിക്കാമെന്ന് സത്യഭാമ പറഞ്ഞെങ്കിൽ അത് വാക്ക് നടന്നിരിക്കും. പക്ഷേ ഒഴിപ്പിക്കുന്ന സമയത്തിന് മുദ്രപത്രമൊന്നും എഴുതി കൊടുത്തിട്ടില്ല ഞാൻ ഒരു ഗോപാലകൃഷ്ണനും. എഴുതിയാലും ഇല്ലെങ്കിലും അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് ഉറപ്പുണ്ട് ഈ രാജേശ്വരിക്ക്. അതൊന്നുകൊണ്ട് മാത്രം ഞാൻ ഈ പടികേറി വന്നത്. നിങ്ങളും കൂടി അറിഞ്ഞുകൊണ്ടാണോ ഇതൊക്കെ നടക്കുന്നതെന്ന് അറിയാൻ. ഓർമ്മ കാണും ഇവിടെ വന്നപ്പോ ഗോപാലേട്ടനോട് നിങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ മകൻ വിഷ്ണു ആ സ്ഥലം ഒഴിപ്പിച്ചു തരൂന്ന്. സത്യഭാമയുടെ ഒറ്റയാൾ പട്ടാളം. നിങ്ങളുടെ അതേ വിഷ്ണു തന്നെയാ ആ ചായക്കടക്കാരിക്കും മക്കൾക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് എന്റെ വീട്ടിലേക്ക് കേറി വന്നത്. വിഷ്ണുവോ? അതെ. അവരുടെ ദേഹത്ത് പൂഴിമണ്ണ് വീണാൽ അവന് പൊള്ളുമെന്ന്. അവരുടെ നേരെ ഒരു ചെറുവിരൽ അനക്കിയ അവൻ ഗോപാലേട്ടന്റെ തലയെടുക്കൊന്നും പറഞ്ഞു. ഏതായാലും നന്നായിട്ടുണ്ട് സത്യഭാമേ, നന്നായിട്ടുണ്ട്. വീടിനും നാടിനും ഒരു നീതിന്ന് വീമ്പിളക്കുന്നവരാ നിങ്ങൾ. നിങ്ങളെ വിശ്വസിച്ച് ജോലി ഏൽപ്പിക്കുന്നവർ നാളെ ഈ പടിക്കൽ വന്ന് കാർക്കിച്ച് തുപ്പും. അതാണ് അവൻ ഇപ്പോഴേ കാണിച്ചിരിക്കുന്നത്. അവൻ അങ്ങനെ ചെയ്തോ? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതല്ല, അതിനപ്പുറം ചെയ്യൂ അവൻ. മതം പൊട്ടിയതുപോലെ കെട്ടിയൊരുങ്ങി നിൽക്കുകയല്ലേ ആ ചായക്കടക്കാരിയുടെ 3 പെൺമക്കള്. അവൻ ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ അവർക്ക് വേണ്ടിയുള്ള വിടുപണിയാ. രാജേശ്വരി, ശബ്ദമുയർത്തിയിട്ട് കാര്യമില്ല സത്യഭാമൻ. ഈ വിവരം ആരറിഞ്ഞാലും നാണക്കേട് നിങ്ങൾക്ക് തന്നെയാ, എനിക്കല്ല. ആ 3 എണ്ണത്തിൽ ഒന്നിന്റെ ഒപ്പം മോൻ കറങ്ങി നടക്കുന്നത് അങ്ങാടിപ്പാട്ടായിപ്പോ. ഇനിയെങ്കിലും ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ കുറ്റിയടിച്ചിരിക്കാതെ വല്ലപ്പോഴും പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി അന്വേഷിക്കണം. അപ്പോഴറിയാം മകന്റെ മാഹാത്മ്യം എന്താണെന്ന്. ഇല്ലെങ്കിൽ മകൻ ചിലപ്പോ ആ 7ാം കിട ചായക്കടക്കാരിയുടെ മക്കളിൽ ഒന്നിനെയും തലയിൽ കയറ്റി വെച്ച് ഈ നടപ്പടി കയറി വരും നിങ്ങളെ നശിപ്പിക്കാൻ. അതോർത്ത നിങ്ങൾക്ക് കൊള്ളാം, അത്ര തന്നെ. രാജേശ്വരി നിൽക്ക. സത്യഭാമയുടെ വാക്ക് ധിക്കരിച്ച് ഏതെങ്കിലും അലവലാതി പെണ്ണുങ്ങളുടെ കൂടെ ആരെങ്കിലും ഊരു ചുറ്റുന്നുണ്ടെങ്കിൽ അത് എന്റെ മകനാവില്ല. മകനാണെന്നത് സത്യഭാമ അങ്ങ് മറക്കൂന്ന് ചുരുക്കം. നീ ആ നിൽക്കുന്ന തെങ്ങ് കണ്ടോ?
നീ പറഞ്ഞതുപോലെ ഏതെങ്കിലും വഴിപിഴച്ച ചായക്കടക്കാരെയും തലയിൽ താങ്ങി അവൻ ഇവിടെ വന്ന് കേറിയ അതിന്റെ ചുവട്ടിലായിരിക്കും പിന്നെ അവന്റെ ഉറക്കം. ജീവനില്ലാതെ വെട്ടിമൂടും ഞാൻ അവനെ. പിന്നെ സത്യഭാമയ്ക്ക് അങ്ങനെ ഒരു മകനില്ല. ഒപ്പം ആ ചായക്കടക്കാരിയുടെ സർവനാശവും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാൻ ചിലതറിഞ്ഞു വന്ന് പറഞ്ഞു. ഇനിയെല്ലാം സത്യാമ്മ തന്നെ അങ്ങ് തീരുമാനിച്ചാ മതി. ഞാൻ പോണു. നീ വണ്ടി എടുക്ക്. ആ സുഷ്, വേദന ഉണ്ടോ അമ്മ? ഇല്ല മോനെ, ചെറിയൊരു നീറ്റലുണ്ട്. മരുന്ന് പുരട്ടിയല്ലേ ഉള്ളൂ. അതല്ലേ ഡോക്ടർ ഉടനെ പൊക്കോളാൻ പറഞ്ഞത്. അല്ല അമ്മ വീട്ടിലേക്കല്ലേ? അയ്യോ അല്ല, കടയിലാരും ഇല്ലല്ലോ. കുറച്ചേരം അങ്ങോട്ടിരിക്കാം. വാ മോളെ. നിങ്ങളോടൊക്കെ എങ്ങനെയാ നന്ദി പറയണ്ടേന്ന് അറിയില്ല. ഏയ്, എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടതല്ലേ ചെയ്തേ. ഇതിന് നന്ദി പറയണമെന്നില്ല അമ്മ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മോനെ. ശരി. അല്ല, ഇത് നിങ്ങൾ കൊണ്ടുവന്നല്ലേ? ഇങ്ങ വന്നേക്കൂ. ഇത് ശാരദാമ്മയ്ക്കുള്ളതാ. എന്റെ വക ചെറിയൊരു ഗിഫ്റ്റ്. അയ്യോ മോനെ, എനിക്കെന്തിനാ ഇതൊക്കെ? ഏയ്, മറ്റൊന്നും വിചാരിക്കണ്ട. ഇത് എന്റെ ഒരു സമ്മാനമാണെന്ന് കരുതിയാ മതി. ഇത് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ സഹോദരിയുടെ വിവാഹത്തിന് കൊടുക്കാൻ കരുതിയിരുന്നതാ. ആ മുഹൂർത്തമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ അങ്ങോട്ട് പോകുന്നില്ല. പിന്നീട് വേറെന്തേലും വാങ്ങിക്കൊടുക്കാം. തൽക്കാലം എന്റെ തൃപ്തിക്ക് ഇത് ശാരദാമ്മയുടെ കയ്യിലിരിക്കട്ടെ. അന്നം ഊട്ടുന്ന ശാരദാമ്മയുടെ കൈകൾക്ക് അന്നം കഴിക്കുന്ന ഒരാളുടെ സമ്മാനം. അത്ര. അപ്പോ ശരി. ശരി മോനെ. ഇല്ലെങ്കിൽ മകൻ ചിലപ്പോ ആ 7ാം കിട ചായക്കടക്കാരിയുടെ മക്കളിൽ ഒന്നിനെയും തലയിൽ കയറ്റി വെച്ച് ഈ നടപ്പടി കയറി വരും നിങ്ങളെ നശിപ്പിക്കാൻ. എന്താടി? അയ്യോ ഏട്ടാ, അബദ്ധം പറ്റിയല്ലോ. ആ സാരി ഇപ്പൊ അമ്മയ്ക്ക് വേണമെന്ന്.